നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് മുട്ടൻ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ? പുതുവത്സരാഘോഷത്തിനിടയ്ക്ക് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരകൻ കടുത്ത ഉക്രൈൻ അനുകൂലിയാണെന്ന വിവരം പുറത്തു വന്നതോടെ വലിയ ഞെട്ടലാണ് ലോകത്താകമാനം ഉണ്ടായിട്ടുള്ളത്. റഷ്യയാകട്ടെ ഈ വിഷയം വലിയ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നതും റഷ്യൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാതോരാതെ എഴുതി എന്നതാണ് സത്യം. വാളെടുത്തവൻ വാളാലെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകൂല്ലേ? അതൊരു പഴമൊഴിയാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മുടെ അമേരിക്ക ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത്ര നാളും, അതായത് 2 വർഷത്തിലേറെയായി റഷ്യക്കെതിരെയുള്ള വലിയ ആയുധമാക്കി ഉക്രൈനെ മാറ്റി ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടിട്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ? എല്ലാത്തിൻ്റെയും കേന്ദ്രമായവൻ്റെ മസ്തകത്തിന് തന്നെ തട്ടുകിട്ടി. ട്രംപ് ആയിരുന്നോ ലക്ഷ്യം, അല്ലെങ്കിൽ മസ്കോ? ഇനി ബൈഡനെ ഭയപ്പെടുത്താനാണോ? എന്തുമാകാം അല്ലേ? അമേരിക്കയിലെ ആക്രമണ സംഭവങ്ങൾ ഒരു പ്രതിഫലനമാണ്. ലോകത്ത് അവർ കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിന് കാലം മറുപടി നൽകുന്നത് പോലെ. പക്ഷേ ഇതിൽ ആരാണ് യഥാർത്ഥ ലക്ഷ്യമെന്നതാണ് ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് വാർത്ത എന്താണെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ലാസ് വെഗാസിൽ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുമ്പിൽ ടെസ്ല ട്രക്ക് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത വന്നിട്ട് കുറച്ച് ദിവസമായി. ഈ സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമാണെന്ന് ഇലോൺ മസ്ക് ആണ് പറഞ്ഞത്. അതായത് വലിയ പ്രാധാന്യത്തോടെയാണ് ഇലോൺ മസ്ക് ഇത് പറഞ്ഞത്. ടെസ്ലയുടെ 2 വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് തകർക്കുകയായിരുന്നു എന്ന കാര്യം ഇലോൺ മസ്ക് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലാസ് വെഗാസിൽ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുമ്പിൽ ടെസ്ല ട്രക്ക് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത് വലിയ ഒരു വാർത്തയായിട്ട് അമേരിക്ക അടക്കമുള്ള മാധ്യമങ്ങളും അതേപോലെ തന്നെ അമേരിക്കൻ ഇതര മാധ്യമങ്ങളും ഏറ്റെടുത്തു എന്നതാണ് സത്യം. അതായത് ഇതൊരു ഭീഷണിയുടെ സ്വരം കൂടിയാണ്. 2 ആളുകളുണ്ട്, ഒന്ന് ട്രംപും ഒന്ന് മസ്കുമാണ്. ഇവരൊരുമിച്ചാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് പോലും. അപ്പം ഇവർക്കെതിരെയുള്ള ഒരു ഭീഷണിയുടെ സ്വരം ഈ ഒരു ആക്രമണത്തിനുണ്ടായി എന്നതാണ് സത്യം. ഈ സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമാണെന്ന് ഇലോൺ മസ്ക് നേരിട്ടെത്തി പറഞ്ഞു. ഉക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന അമേരിക്ക ചോദിച്ചു വാങ്ങിയ പ്രഹരമാണ് ഇതെന്ന് പറയാതെ വയ്യ. ഇപ്പോൾ നടന്ന ഭീകരാക്രമണം എന്ന നിലയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോഷ്യൽ മീഡിയകളിലും വ്യാപക പ്രചാരം നടക്കുന്നുണ്ട്. അതേസമയം പുറത്തു വന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഉക്രൈൻ അധികൃതർ ഇതിന്റെ ഭാഗത്തു നിന്ന് പ്രതികരിച്ചിട്ടില്ല എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. ഉക്രൈന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമില്ലെന്ന കാര്യം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുൻപായി അമേരിക്കയെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ? ലാസ് വെഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന് കാരണക്കാരനാണെന്ന് സംശയിക്കുന്ന അമേരിക്കൻ ആർമി വൈറ്ററൻ യുക്രൈൻ ദേശീയതയെ പിന്തുണയ്ക്കുന്നയാളാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അതായത് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണമാണ് ഇതൊക്കെ. ബുധനാഴ്ച ഹോട്ടലിന് പുറത്ത് സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് 37-കാരനായ ട്രക്ക് ഡ്രൈവർ മാത്യു ലിവൻസ്ബർഗർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്ല CEO ആയ ഇലോൺ മസ്ക് സ്ഫോടനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രക്കിന്റെ ബെഡിൽ കടത്തപ്പെട്ട സ്ഫോടക വസ്തുക്കളാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് സമീപം നടന്ന ട്രക്ക് സ്ഫോടനത്തിനും ന്യൂ ഓറിയൽസിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ തീവ്രവാദം തന്നെയാണെന്നാണ് FBI സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനെ അമേരിക്കക്കാർ തന്നെ അഭയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മുൻപ് തന്നെ റഷ്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. 2016 ലിവേഴ്സ്ബർഗിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പങ്കിട്ടതായി കരുതപ്പെടുന്ന ഒരു ഫോട്ടോയിൽ മുൻ സൈനികർ ഉക്രൈൻ കോട്ട് ഓഫ് ആംസ് ആലേഖനം ചെയ്ത ഒരു ടീഷർട്ടും സ്ലാവ ഉക്രൈനി അഥവാ ഉക്രൈന്റെ മഹത്വം എന്ന വാക്കുകളും അതിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉക്രൈനിലെ ദേശീയവാദികൾ സൃഷ്ടിച്ച ഈ വാചകം നാസി പിന്തുണക്കാരനായ സ്റ്റെപ്പാൻ ബന്ദേരയുടെ ഓർഗനൈസേഷൻ ഓഫ് ഉക്രൈനിൽ നാഷണലിസ്റ്റുകളുടെ അതായത് OUN വിഭാഗമാണ് ജനപ്രിയമാക്കുന്നത്. 2014 അമേരിക്കൻ പിന്തുണയുള്ള മൈദാൻ അട്ടിമറിക്ക് ശേഷം അധികാരത്തിലെത്തിയ പ്രസിഡന്റ് പിയോട്ടർ പെറോഷെങ്കോ 2018 ഇത് ഉക്രൈൻ സായുധ സേനയുടെ ഔദ്യോഗിക മുദ്രാവാക്യമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിരുന്നത്. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനാൽ ഉക്രൈന്റെ അനുയായികൾ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മുദ്രാവാക്യമായി സ്ലാവ ഉക്രൈനി പിന്നീട് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മുൻകാലങ്ങളിൽ നവനാസികളും മറ്റ് ഉക്രൈൻ വലതുപക്ഷ തീവ്രവാദികളുമാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇന്ന് കാലം മാറിയതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്.
ഫോട്ടോ പേസ്റ്റ് ചെയ്ത കാലത്ത് ലിവസ്ബർഗർ അമേരിക്കൻ ആർമിയുടെ ഐലൈറ്റ് ഗ്രീൻ ബെറ്ററിനൊപ്പം ഇന്റലിജൻസ് ആൻഡ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത്. ലിവ്സ്ബർഗർ 19 വർഷത്തെ സേവനത്തിനു ശേഷം അവധിയെടുത്ത് കഴിഞ്ഞ മാസം അമേരിക്കയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ അദ്ദേഹം താമസിച്ചതായും സൈനിക വക്താവ് CBS ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അയാൾ അഫ്ഗാനിസ്ഥാനിൽ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ലിവസ്ബർഗർ എപ്പോഴെങ്കിലും ഉക്രൈനിൽ പോയിരുന്നോ എന്നത് വ്യക്തമായിട്ടില്ല. ഇതേക്കുറിച്ചും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഇതിനിടെ ലിങ്ക്ഡിനിൽ വന്ന ഒരു തൊഴിൽ അവസരത്തോട് ലിവസ്ബർഗർ പ്രതികരിച്ചിരുന്നതായും FBI കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉന്നത സ്പെഷ്യൽ ഫോഴ്സ് മെഡിക്കൽ ഉദ്യോഗസ്ഥനെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ലിവ്സ്ബർഗർ ഉക്രൈനിയൻ ജോലിക്കായി ശ്രമിച്ച സംഭവത്തെ അടയാളപ്പെടുത്തുന്നു. അമേരിക്കൻ ഏജൻസിയായ FBI അതീവ ഗൗരവത്തോടെയാണ് ഈ സംഭവങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. ഒരു ഗ്രീൻ ബെററ്റ് എന്ന നിലയിൽ ലിവസ്ബർഗർ നോർത്ത് കരോലിനയിലെ ഫോർട്ട് ലിബർട്ടിയിൽ മുമ്പ് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി രാവിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന വാഹന ആക്രമണത്തിൽ 14 പേരെ കൊലപ്പെടുത്തിയ ഷംസുദ്ദീൻ ജബ്ബാറും മുൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഇതുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഇയാളും നേരത്തെ ഫോർട്ട് ലിബർട്ടിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ എന്നതും FBI അന്വേഷിക്കുന്നുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ കാർ ഷെയറിംഗ് കമ്പനിയായ ടൂറോ വഴിയാണ് ലിവസ്ബർഗറും ജബ്ബാറും വാടകയ്ക്ക് എടുത്തത് എന്ന കാര്യം കമ്പനി വക്താവും ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കിയേ, എന്തൊക്കെയോ സമാനതകൾ നമുക്കും തോന്നുന്നില്ലേ? ഭീകരാക്രമണത്തിനെതിരെ അമേരിക്കയിൽ ഉയരുന്ന വൻ പ്രതിഷേധം അമേരിക്കൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. സ്ഥാനമൊഴിയും മുമ്പ് ഉക്രൈന് പരമാവധി ആയുധങ്ങളും സാമ്പത്തിക സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ ബൈഡൻ ഭരണകൂടത്തിന് ഉക്രൈന്റെ കടുത്ത അനുകൂല സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നത്. ട്രംപിനെ അപകടത്തിലാക്കാൻ ഭരണകൂടത്തിന്റെ അറിവോടെ ശ്രമം നടക്കുന്നതായിട്ടുള്ള സംശയം റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വത്തിനും ഉണ്ട്. ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകിയതിനെ ഏറ്റവും അധികം എതിർക്കുന്നതും ട്രംപിന്റെ ഈ പാർട്ടി തന്നെയാണ്. റഷ്യയുടെ കോപം വിളിച്ചുവരുത്തി അമേരിക്കൻ ജനതയുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഏർപ്പാടാണ് ബൈഡൻ ഭരണകൂടം ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് പോലും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കവും റിപ്പബ്ലിക്കൻ നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത ഉക്രൈനിയൻ അനുകൂലി നേതൃത്വം നൽകിയ ഭീകരാക്രമണവും അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ 2 ഇടങ്ങളിലായി നടന്ന 2 സംഭവങ്ങളും നൽകുന്നത് മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ നയത്തോട്, പ്രത്യേകിച്ച് ജോ ബൈഡന്റെ യുദ്ധ സമീപനങ്ങളോടുള്ള വലിയ എതിർപ്പാണ് ഇതിലൂടെ രേഖപ്പെടുത്താൻ അവരിരുവരും ശ്രമിച്ചിട്ടുള്ളത്. ഇതോടെ വല്ലാത്തൊരു സാഹചര്യത്തെയാണ് അമേരിക്ക ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്ര നാളും നീട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല, അത് അമേരിക്ക തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും പറയുമ്പോഴും ആയുധങ്ങൾ നൽകി ഉക്രൈന് റഷ്യക്കെതിരെ വിട്ടത് അമേരിക്കയാണല്ലോ. അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. ഇറാൻ ഇസ്രയേലി സംഘർഷവും പാരമ്യത്തിലെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ അമേരിക്ക പുലർത്തിയിട്ടുണ്ട്. അതായത് യുദ്ധകൊതിയന്മാരായ അമേരിക്കയ്ക്ക് അതിന്റെ വാണിജ്യ സാധ്യതകൾ മാത്രമാണ് പ്രാധാന്യം നൽകിയത്. എന്നാൽ ജോ ബൈഡൻ പടിയിറങ്ങുകയും ട്രംപ് അധികാരത്തിലേറുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇപ്പോൾ നടക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ലോകത്തിന്റെ തന്നെ പ്രതീക്ഷ. കാരണം ട്രംപ് നല്ലൊരു നയതന്ത്രജ്ഞനും സർവോപരി നല്ലൊരു ബിസിനസ്സുകാരനുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ആരോഗ്യകരം. മാത്രവുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പണമൊഴുക്കി അമേരിക്കയുടെ ഖജനാവിനെ കൊള്ളയടിക്കാൻ ട്രംപ് നിന്നുകൊടുക്കില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നാറ്റോയിലെ അമേരിക്കയുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഇനി ഉക്രൈന് വേണ്ടി പണം ചെലവിടാൻ ഒരിക്കലും ട്രംപ് സമ്മതിക്കാൻ വഴിയില്ല. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്ന ആക്രമണങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.